ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേഡറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫെബ്രുവരി 2020 നടന്ന കേഡറ്റ് കാറ്റഗറി 3 ക്വസ്റ്റ്യൻ പേപ്പർ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് നമ്മളൊരു 20 എണ്ണം ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ കാണുക. അതിനുശേഷം ഈ 20 ക്വസ്റ്റ്യൻസും കൂടെ കാണുക. ഓക്കെ, അങ്ങനെ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2019 ആരാണ്? ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2019 കസ്തൂരി രംഗനാണ് കേട്ടോ. കസ്തൂരി രംഗനാണ് ആൻസർ. അപ്പോൾ ഓർത്തിരിക്കുക, 2019 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരായിരുന്നു? കസ്തൂരി രംഗനായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5E കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് ഡിനോട്ട്. അപ്പോൾ എന്താണ് ഈ 5E എന്ന് പറഞ്ഞാൽ? കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിലുള്ള 5E എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻസും ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് ഓപ്ഷൻ എ നോക്കാം. എൻഗേജ്, എക്സ്പ്ലെയിൻ, എക്സ്പ്ലോർ, എൻഷുർ, ഇവാലുവേറ്റ്. ഇതാണ് 5E. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി നോക്കാം. ഇവാലുവേറ്റ്, എൻഗ്രേവ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ ആൻഡ് എക്സ്പ്ലോർഡ്. ഓക്കെ, ഓപ്ഷൻ സി നോക്കാം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ engrave, explain, explore, ensure and evaluate. ഓക്കെ, അപ്പോൾ നമ്മുടെ 5E ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അതായത് എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ 5E ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യം എൻഗേജ്, അത് കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുക, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. ഓക്കെ, next question, which is the digital learning material repository suitable for your classroom? നമ്മുടെ ക്ലാസ് റൂമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയലിൻ്റെ റെസ്പോസിറ്ററി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ സമഗ്രയാണ്. ഓക്കെ, സമഗ്രയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയലിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോസിറ്ററി ഏതാണ്? സമഗ്ര. ഓക്കെ, next question, education is a property of dash list in Indian constitution. Okay, education എന്ന് പറഞ്ഞാൽ is a property of dash list in Indian constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ കുറേ ലിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. PSC പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ ലിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ സെൻട്രൽ, സ്റ്റേറ്റ്, കൺകറന്റ്, ഷെഡ്യൂൾഡ്. അപ്പോൾ ആൻസർ എന്താണ്? സ്റ്റേറ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്തിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്ന് ഓർത്തിരിക്കുക. Next question, the agency entitled to look after educational technology in Kerala. അപ്പോൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, അത് നോക്കുന്നത് അല്ലെങ്കിൽ അത് ഏത് ഏജൻസിയുടെ കീഴിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. SEIT, SERT, SIET, SIEMAT. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. SIET ആണ്. എന്താണ് SIET എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ് SIET. അപ്പോൾ അവരാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ. അപ്പോൾ അത് നോക്കുന്നത് ആരാണ്? SIET ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഫുൾ ഫോം ഓർത്തിരിക്കുക. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. SIET എന്താണ്? സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആണ്. SERT എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. ഓക്കെ, അതുപോലെ SIEMAT സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. Sixth question, rewards and punishment is considered to be.
എന്താണ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് കൊടുക്കുക? നമ്മൾ റിവാർഡ്സും കൊടുക്കുക, അതുപോലെ പണിഷ്മെൻറ്റും കൊടുക്കുക. അത് എന്താണ്, എന്ത് തരം മോട്ടിവേഷനാണ്? എക്സ്ട്രിൻസിക് ആണോ, ഇൻട്രൻസിക് ആണോ, എക്സ്ട്രാ മോട്ടിവേഷൻ ആണോ, ഇൻ്റലിജൻറ്റ് മോട്ടിവേഷൻ ആണോ? റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ആണ്. ഓക്കെ, എക്സ്ട്രൻസിക് ആണ് അല്ലെ, എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ആണ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Next question. Piaget's development theory highlights that the children can reason about hypothetical entities in the ഏത് സ്റ്റേജിലാണ്? അതായത് പിയാഷെ തിയറിയിൽ, പിയാഷെയുടെ ഡെവലപ്മെൻറ്റ് തിയറിയിൽ നമ്മൾ കുറേ സ്റ്റേജസ് പഠിക്കുന്നുണ്ട് അല്ലേ? ഫോർമൽ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷൻ, സെൻസറി ഓപ്പറേഷൻ, അങ്ങനെ കുറേ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലാണ് ദ ചിൽഡ്രൻ ക്യാൻ റീസൺ അബൌട്ട് ഹൈപ്പോത്തറ്റിക്കൽ എൻറ്റിറ്റീസ്? അതായത് ഹൈപ്പോത്തറ്റിക്കൽ എൻറ്റിറ്റീസിനെ കുറിച്ച് കുട്ടികൾ റീസൺ, അവർക്കത് റീസൺ ചെയ്യാൻ പറ്റുന്നത് ഏത് ഒരു സ്റ്റേജിലാണ് എന്നാണ് പിയാഷെ പറഞ്ഞിരിക്കുന്നത്? പ്രീ ഓപ്പറേഷണൽ ആണോ, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണോ, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണോ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണോ? യെസ്, ആൻസർ ഇസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ചിൽഡ്രൻ ക്യാൻ റീസൺ അബൌട്ട് ഹൈപ്പോത്തറ്റിക്കൽ എൻറ്റിറ്റീസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂൾ റെഡിനെസ് സ്കിൽ are developed and most free time is spent playing with friends are major characteristics of ആരുടെയാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്? സ്കൂൾ റെഡിനെസ് സ്കില്ലും അതുപോലെ എന്താണ്, കൂടുതൽ ടൈമും ഫ്രണ്ട്സായിട്ട് കളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്? ഓക്കെ, അപ്പോൾ ഇൻഫാൻസി ആണോ, ഏർലി ചൈൽഡ്ഹുഡ് ആണോ, ഏർലി അഡൾട്ട്ഹുഡ് ആണോ, ലേറ്റ് ചൈൽഡ്ഹുഡ് ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏർലി ചൈൽഡ്ഹുഡ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്താണ് സ്കൂൾ റെഡിനെസ് സ്കിൽ, അതുപോലെ കൂടുതൽ ടൈമും അവർ കളിയാണ്, ഫ്രണ്ട്സായിട്ട് കളിയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേണിംഗ് ത്രൂ മദർ ടങ് വിൽ ഹെൽപ്പ് എ ലേണർ ടു. അപ്പോൾ ലേണിംഗ് ത്രൂ മദർ ടങ്, അതായത് മദർ ടങ്ങിലൂടെയുള്ള ആ ഒരു കുട്ടികളുടെ പഠനം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റൈൻ ലേണിംഗ് സ്ട്രാറ്റജീസ്, അറ്റൈൻ എഡ്യൂക്കേഷണൽ ഗോൾസ്, കോംപ്രഹെൻഡ് അതേഴ്സ് വോയിസ്, കോംപ്രഹെൻഡ് കണ്ടന്റ് ഈസിലി. എന്താണ് മദർ ടങ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലേണറിന് അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, കണ്ടന്റ് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റും അല്ലേ? കോംപ്രഹെൻഡ് കണ്ടന്റ് ഈസിലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അവർക്ക് ആ കണ്ടന്റ് അവർ പഠിപ്പിക്കുന്ന, ആ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് ഒരു മദർ ടങ്ങിലാവുമ്പോൾ ആ കുട്ടികൾക്ക് അന്ന് പഠിപ്പിക്കുന്നത് കാര്യങ്ങളെല്ലാം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അന്നത്തെ ആ ഒരു കണ്ടന്റ്, ആ ബുക്ക് എന്താണോ പഠിപ്പിക്കുന്നത് അതിലുള്ള കണ്ടന്റ് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മദർ ടങ് കൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം. അതാണ് ഹെൽപ്പ് ചെയ്യുന്നത് ലേണറിനെ. അപ്പോൾ കോംപ്രഹെൻഡ് കണ്ടന്റ് ഈസിലി എന്നുള്ളതാണ് ആൻസർ. Next question. The existing national curriculum framework is formulated in the year. അപ്പോൾ എക്സിസ്റ്റിംഗ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്തത് ഏത് ഇയറിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്തത് 2005. നെക്സ്റ്റ്, ദ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഈസ്. അപ്പോൾ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്താണ്? ഓപ്ഷൻ നോക്കാം. part of the ego state that prevents emotional thinking, part of the unconscious that attempts to control unacceptable influences, part of the reflections to reduce psychological barriers, part of the ego state from which Eid develops. Okay, അപ്പോൾ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു അതിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ? അപ്പോൾ പാർട്ട് ഓഫ് അൺകോൺഷ്യസ്, അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. That is part of unconscious that attempts to control unacceptable influences. Okay, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഈസ് ദ പാർട്ട് ഓഫ് അൺകോൺഷ്യസ് that attempts to control unacceptable influences. Okay. Next question. The term critical pedagogy is coined by. അപ്പോൾ critical pedagogy ആ ഒരു ടേം പറഞ്ഞത് ആരാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഹെൻറി ജിറോക്സ്, മൈക്കൽ ആപ്പിൾ, ഇറാഷോർ, ജോൺ ഡൂയി. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന ടേം കൊണ്ടുവന്നത് ഹെൻറി ജിറോക്സ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹെൻറി ജിറോക്സ് ആണ്.
Next question, which is Kerala's 24/7 official educational channel? ഏതാണ്? നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലേ ഇപ്പോൾ എല്ലാവരും ആ ഒരു ചാനലിലാണ് കുട്ടികളെല്ലാം പഠിക്കുന്നത് അല്ലേ. അപ്പോൾ കേരളയുടെ 24/7 ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ ചാനൽ ഏതാണ്? വിക്ടേഴ്സ് ആണ്. ഓക്കെ. Next question, key objective of continuous and comprehensive evaluation is. The key objective of continuous and comprehensive evaluation. അപ്പോൾ continuous അതുപോലെ comprehensive evaluationന്റെ objective എന്താണ്? Key objective എന്താണ്? Prepare progress report, identify students' weakness, scaffold students for further improvements, motivate to write more and more examination. എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? സ്കഫോൾഡ് സ്റ്റുഡൻസ് ഫോർ ഫർദർ ഇംപ്രൂവ്മെന്റ്സ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഫർദർ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടി കുട്ടികളെ സ്കഫോൾഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സ്കഫോൾഡ് സ്റ്റുഡൻസ് ഫോർ ഫർദർ ഇംപ്രൂവ്മെന്റ് ആണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ ഒരു കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. Next question, the psychoanalytic expert explains a phenomena as an attempt to integrate values learned from parents and society. How do you name it? എന്താണ് ഇതിനെ പറയുന്നത്? The psychoanalytic experts explain a phenomena as an attempt to integrate values learned from parents and society. Okay, അപ്പോൾ അതിനെന്താണ് പറയുന്നത്? How do you name it? എന്താണ് അതിൻ്റെ ആൻസർ? ഈഗോ ആണോ, സബ്ലിമേഷൻ ആണോ, ഇതാണോ, സൂപ്പർ ഈഗോ ആണോ? അതിൻ്റെ ആൻസർ സൂപ്പർ ഈഗോ ആണ്. ഓക്കെ. അപ്പോൾ ദ സൈക്കോ അനലിറ്റിക് എക്സ്പേർട്സ് എക്സ്പ്ലെയിൻ എ ഫിനോമിന as an attempt to integrate values learned from parents and society. അതായത് പാരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും പഠിച്ച ആ വാല്യൂസ് അതിൻ്റെ എന്ത് ചെയ്യുക, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ. ആ ഒരു അറ്റംപ്റ്റിനെ സൈക്കോ അനലിറ്റിക് എക്സ്പേർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിട്ട്, എന്തൊരു ഫിനോമിനനായിട്ടാണ്? യെസ്, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനനായിട്ടാണ് അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സൈക്കോ അനലിറ്റിക് എക്സ്പേർട്സ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെഡഗോജിക്കൽ മൂവ്മെന്റ് that values experience over learning facts at the expense of understanding what is being taught? അപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അതായത് പഠിക്കേണ്ട ആ ഒരു വസ്തുതയേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തിനാണ്? എക്സ്പീരിയൻസിനാണ്. ഓക്കെ. പഠിക്കേണ്ട ആ ലേണിംഗ് ഫാക്ട്സിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ്പീരിയൻസിനാണ്, അതായത് അനുഭവത്തിനാണ് എന്ന് പറയുന്ന ആ ഒരു ഒരു എഡ്യൂക്കേഷൻ്റെ ആ ഒരു പ്രസ്ഥാനം അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷണൽ എഡ്യൂക്കേഷൻ ആണോ, ക്രിയേറ്റീവ് ക്രീച്ചേഴ്സ് ആണോ, ക്രിയേറ്റീവ് കോമൺസ് ആണോ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിലാണോ അങ്ങനെ പറയുന്നത്? അതായത് ലേണിംഗ് ഫാക്ട്സിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ്പീരിയൻസിനാണ്. അങ്ങനെ പറയുന്നത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിലാണ് അങ്ങനെ അതായത് ലേണിംഗ് ഫാക്ട്സ്, എക്സ്പീരിയൻസ് ഓവർ ലേണിംഗ് ഫാക്ട്സ് ആണ്. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക. എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റിവിസം ഇസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ്, ആരുടെയാണ് കൺസ്ട്രക്റ്റിവിസം? യെസ്, പിയാഷെയുടെയാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. പിയാഷെയുടെ ആണെന്ന് ഓർത്തിരിക്കുക. Next question, Right of Persons with Disabilities Act 2016 assures opportunities for. അപ്പോൾ ഈ അതായത് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് 2016 വന്നത്. അത് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് അഷ്യൂർ ചെയ്യുന്നത്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ ആണോ, സ്പെഷ്യൽ സ്കിൽ എഡ്യൂക്കേഷൻ ആണോ? അപ്പോൾ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 അഷ്യൂർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. നെക്സ്റ്റ്, ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ലേണർ റിഫ്ലെക്ട്സ്. ഓക്കെ, അപ്പോൾ ലേണറിൻ്റെ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്തിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? സബ്ലിമേഷൻ ആണോ, അഗ്രിഗേഷൻ ആണോ, ഡിനൈൽ ആണോ, റിഗ്രഷൻ ആണോ? ഇറ്റ് ഈസ് ഡിനൈൽ. ഓക്കെ, അപ്പോൾ ഡിനൈൽ എന്നാണ്. ഓക്കെ, ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് എ ലേണർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിനൈലാണ്. ഓക്കെ. Last question, the existing Kerala curriculum framework formulated in the year. ഓക്കെ, അപ്പോൾ
മുമ്പ് ഉള്ള കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ് ഫോർമുലേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓർത്തിരിക്കുക 2007 ആണ്. ഓക്കെ, അപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ഓർത്തിരിക്കുക കേട്ടോ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 ഓക്കെ, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ് 2007, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. പ്രത്യേകം ഓർത്തിരിക്കുക, ഏതെങ്കിലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഫെബ്രുവരി 2020 നടന്ന കേട്ടഡ് കാറ്റഗറി 3 സൈക്കോളജിയുടെ 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത്, ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ 20 + 20 40 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫെബ്രുവരി 2020 നടന്ന കേഡറ്റ് കാറ്റഗറി 3 ക്വസ്റ്റ്യൻ പേപ്പർ സൈക്കോളജി ആൻഡ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്കിനി എക്സാമിന് അധികം ദിവസമില്ല. അപ്പോൾ നമ്മൾ ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യാം. കുറച്ച് ദിവസം പിടിക്കും, എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ലൈക്ക് നമ്മുടെ കാറ്റഗറി 3 ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2-3 ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ വരാം. അപ്പോൾ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.